ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 400-500 ഗ്രാം ചിക്കൻ ഉണ്ടാവും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്കുള്ള എരിവൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വലിയ ജീരകം ചേർത്തിട്ടുണ്ട്, ഒരു 2 നുള്ള് വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പൗഡർ ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് കസൂരി മേത്തി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് മുളക് പൊടിയുടെ എരിവും നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ആണ്, ഒരു 2 സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കടലമാവ് ചേർത്ത് കൊടുക്കാം, ഒരു 3 സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് മാത്രം ചേർക്കുക, എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. കോൺഫ്ലവറിന് പകരമായിട്ട് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 30 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് പിച്ചിനുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതിൽ കൂടുതൽ വെച്ചാലും അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ്റെ പീസൊക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് വേഗത്തിൽ തന്നെ കുക്കായി കിട്ടും. ഇതിലേക്ക് പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല, പക്ഷേ നല്ലൊരു കളറിൽ നമ്മൾ എടുക്കുന്ന മുളക് പൊടിയുടെ കളർ അനുസരിച്ചിട്ട് നല്ല കളറിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് അധികം എരിവില്ലാത്ത നല്ല കളറുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ കളർ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് കുക്കായി കഴിയുമ്പം മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സ്നാക്കായിട്ടും സ്റ്റാർട്ടറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ്റെ സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്